ഇന്ന് നമുക്കൊരു കഥ പറയാം. ഒരു കഥയല്ല, അതൊരു തോട്ടം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നുമല്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാം മിക്ക എല്ലാ വീടുകളിലും ഉണ്ട് ഈ കപ്പ ഉണങ്ങാന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ മാർച്ച് മാസമോ ഫെബ്രുവരിയൊക്കെ ഉണക്ക് വരുന്ന സമയത്ത് ഈ കപ്പ എല്ലാം കൂടെ പറിച്ചിട്ട് ഒത്തിരി കാണും. അത് വീടിൻ്റെ മുറ്റം മുഴുവൻ കപ്പയായിരിക്കും. എന്നിട്ട് വീട്ടിലെ അപ്പനും അമ്മയും ആങ്ങളമാരും ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാം വേലക്കാരികൾ ഒരു 10-12 പേര് കാണും. എല്ലാവരും കൂടെ രാത്രി ഫുള്ളിരുന്ന് ഈ കപ്പ പൊളിച്ച് അരിഞ്ഞ് ഉണങ്ങി വെയിലത്ത് പുഴുങ്ങിയിട്ട് വരുമ്പോഴത്തേന് രാവിലെയാകും. അന്ന് ഉറക്കമില്ല. അടുത്ത ദിവസം സ്കൂളാണെങ്കിൽ സ്കൂൾ, കോളേജാണെങ്കിൽ കോളേജ്. നമ്മൾ ഉറക്കളച്ചതുപോലെ ക്ഷീണമൊന്നുമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പോലും അന്നത്തെ ജനറേഷൻ. അപ്പോൾ ഈ കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ അപ്പനും അമ്മയും, കൂടുതൽ അപ്പനിങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ചരിത്രങ്ങളും ഓരോ കഥകളൊക്കെ പറഞ്ഞു തരും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷന് നമ്മുടെ ഇതൊന്നും അങ്ങനെ കിട്ടാനില്ല. അൺലക്കിയാണ്. നമ്മുടെ പേരൻസിൽ നിന്നൊക്കെ നമുക്ക് എന്തോരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് പഠിക്കാനാണോ, ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണോ, എന്തെങ്കിലും ഒരു അഡ്വൈസുകളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നമ്മളിപ്പോൾ സപ്പോസ്, ചുമ്മാ കഥയാണേ, സപ്പോസ് നമ്മളൊരു വലിയ വനത്തിൽ അകപ്പെട്ടു പോയി, ഒരു ഘോര വനത്തിൽ അകപ്പെട്ടു പോയി, രാത്രിയായി, ഇരുട്ടായി, നമുക്ക് എങ്ങോട്ടായി, എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അറിയത്തില്ല. നമ്മളെന്തോ ചെയ്യും? അപ്പം ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കും. ഞങ്ങൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ കരയും, ഞങ്ങൾ ഉറക്കം വിളിക്കും. ഞാനൊക്കെ ആണെങ്കിൽ ഈ പറയും മരത്തിൻ്റെ മണ്ടേ കയറും. ചെറുതിലൊക്കെ മരത്തെ കയറുമായിരുന്നു. മരത്തിൻ്റെ മണ്ടേ കയറിയിരിക്കും. മണ്ടേ കയറി എന്നിട്ട് അവിടെ നിന്ന് അലറും, വിളിക്കും, പ്രാർത്ഥിക്കും, കരയും, വാവക്കും. ഇങ്ങനെ ഞങ്ങൾ ഓരോ അഭിപ്രായം പറയും. അച്ഛൻ പറയും, ഇതെല്ലാം നല്ലത്, നിങ്ങൾ പറഞ്ഞെല്ലാം നല്ലത്. പക്ഷെങ്കിൽ നമ്മൾ ശാന്തമായിട്ട് ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ആലോചിച്ച് ചെയ്യേണ്ടത് എന്തുവാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ വനം മാത്രമല്ല, ഇതെല്ലാം കൂടെയുള്ളൊരു ഇതിനാണ് പറയുന്നത്. ചെയ്യേണ്ടത് ആലോചിച്ചിട്ട് നമ്മൾ കുറച്ച് വെട്ടമുണ്ടെങ്കിൽ നടക്കുക, എങ്ങോട്ടെങ്കിലും ഒരു ഡയറക്ഷൻ നടക്കുക. അത് ചിലപ്പോൾ 1 മൈലാകാം, 2 മൈലാകാം, 3 മൈലാകാം. എവിടെയെങ്കിലും നമുക്കൊരു ഉറവ കാണും, ഒരു നീരുറവ, അല്ലെങ്കിൽ ഒരു ചാല്, അല്ലെങ്കിൽ ഒരു ചെറിയ ആറ്. അതിന് അന്നത്തെ വേറെ എന്തോ ഒരു വേടാണ് പറയുന്നത്. ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന മലയുടെ പർവ്വതത്തിൽ ഇങ്ങനെ നമ്മൾ ഉറവി ഇങ്ങനെ പോകത്തില്ലേ, അതിങ്ങനെ ഒഴുകി പോകുമ്പം അത് മേലേന്ന് ഒഴുകിയിട്ട് ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും ഒഴുകുന്നത്. ഇപ്പം നമ്മൾ കിഴക്കുനിന്ന് പടിഞ്ഞാട്ടോ അങ്ങനെ ഒരു ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. നമ്മൾ അതിനെ ഫോളോ ചെയ്യണം. അത് പോയി വലുതാകും. ഇത്രയായിരുന്നു അത് വലുതായിട്ട് പോകും. അത് പോയിട്ട് അതെവിടെ പോയി ചേരുന്നു, അവിടെ ഒരു ജനങ്ങൾ കാണും. ജനങ്ങൾ അവിടെ വസിക്കുന്ന ഇടമായിരിക്കും അത് പോയി ചേരുന്നത്. അത് ചിലപ്പോൾ 2 മൈലാകാം, 3 മൈലാകാം, 4 മൈലാകാം, 5 മൈലാകാം. പക്ഷേ നിങ്ങളതിനെ ഫോളോ ചെയ്താൽ ആ ജനങ്ങളുള്ള സ്ഥലത്ത് പോയി നിങ്ങൾക്ക് രക്ഷപ്പെടാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ചെയ്യണം. അത് പറയാൻ കാര്യം, ഏത് സാഹചര്യത്തിലും നമ്മൾ പതറിപ്പോകാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ മുൻപിൽ ദൈവം ഒരു ഏലിയാവിന് കാക്ക കൂടെ അപ്പം കൊണ്ട് കൊടുത്തവർ നമ്മുടെ മുന്നിൽ ദൈവം ഒരു മാർഗം വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അത് നമ്മൾ പേടിച്ച് കരഞ്ഞ് തളർന്ന് അവിടെ തന്നെ വീണ് കിടക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കോൺഫിഡൻ്റായിട്ട് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു മോറലാണ് ഈ സ്റ്റോറിക്കകത്തുള്ളത്. എൻ്റെ അപ്പം പണ്ട് പറഞ്ഞു തരുള്ളൂ. ഇപ്പോൾ ഈയിടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. താങ്ക് യു.